ആ ശരിട്ടാ വീട്ടിൽ പോയിട്ട് വിളിക്കാം. ശരി. എന്തെങ്കിലും ഒന്ന് ശരിയായ നമ്മുടെ മോള് രക്ഷപ്പെട്ട പോലെ ആയില്ലേ. അതെ അത് തറവാട്ട് കുടുംബമാണ്. എന്തെങ്കിലും നല്ല ആലോചനയാണ്. ബ്രോക്കർ എപ്പോഴും പറഞ്ഞ് കുഴപ്പമില്ല, അത് നിങ്ങളെ മോൾക്ക് ശരിയായി പറഞ്ഞ മോളുടെ ഭാഗ്യം നിങ്ങളെ ഭാഗ്യം പറഞ്ഞ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ. പക്ഷേ നല്ല ജോലിയും കാര്യങ്ങളും ശരിയായാ മതിയായിരുന്നു. നല്ല ജോലിയും കാര്യങ്ങളും പറയുമ്പോ നമ്മൾ അനുസരിച്ച് അതുപോലെ കൊടുക്കണം. മൂന്നാമത്തെ കുട്ടിയാണിത്. അവര് ചോദിച്ചിട്ടൊന്നുമില്ലല്ലോ മോലൊന്നും, നോക്കി പോയിട്ടല്ലേ ഉള്ളൂ. ചോദിച്ചില്ല നമുക്കൊന്നും കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങോട്ട് ഇങ്ങോട്ട് കുട്ടീനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ശരി, കുട്ടീനെ അവർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ അവര് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവര് വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടേ നമ്മളോട് അഭിപ്രായം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബ്രോക്കർ പറയാൻ കണ്ടിട്ടുണ്ടല്ലോ, പറയും വിളിക്കും. അവർക്കും കൂടെ കുട്ടീനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ വേണ്ടത് ചെയ്യാം. കടയിലും കള്ളിയാലും നമുക്ക് പെൺകുട്ടിയുടെ കാര്യം കരകയറ്റണ്ടേ. നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അവർക്കൊക്കെ. എൻ്റെ മോള് തടിയൊന്നുമില്ല, കളറുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല, യോഗ ഉണ്ടെങ്കിൽ നടക്കും. എന്താ എന്നെ മനസ്സിലാക്കാത്തത്? വീട്ടുകാര് വിളിച്ച് വരുത്തിയിട്ടല്ലേ മോളെ വാങ്ങലും തുറക്ക്. അയ്യോ ഷമീർക്ക് ഉമ്മ വിളിക്കണു, ഞാൻ വെക്കണു. ശരി ഷമീർക്ക, ഞാൻ വെക്കണു ഷമീർക്ക. ശരി. നീ എന്തിനാ ഈ വാതിലടച്ചിട്ട് ഉള്ളിലിരിക്കണേ? അതൊന്നുമില്ല മച്ചി, ഞാൻ ഡ്രസ് മാറ്റിയായിരുന്നു. അതെ മോളെ, എന്ന് വന്ന ആലോചന നല്ല ആലോചന ബ്രോക്കർ പറഞ്ഞേ. അപ്പളേ അവർക്ക് നല്ലോണം നിന്നെ ഇഷ്ടായിട്ടുണ്ട്. ബ്രോക്കറിനും അവര് പെങ്ങന്മാർക്കും ചെക്കനിക്കൊക്കെ നല്ലോണം പറ്റിയിട്ടുണ്ട്. എന്താ വേണ്ടേ? നന്നോടൊരു അഭിപ്രായം ചോദിക്കണ്ടേ? അവർക്ക് നല്ല ഇഷ്ടായിട്ടുണ്ട്. അവര് വിവരം പറയാന്ന് പറഞ്ഞിട്ടാ പോയിക്കണ്. വിളിച്ച് പറയാന്നാ പറഞ്ഞിക്കണേ. നന്നോടൊരു കാര്യം ചോദിക്കണ്ടേ? നിനക്ക് ഇഷ്ടായില്ല ചെക്കനെയൊക്കെ? നീ പോയി പട്ടാലുണ്ടല്ലോ, നല്ല ഭാഗ്യം എന്നാ ബ്രോക്കർ പറഞ്ഞു. നിങ്ങളെ മോള് പോയി പട്ടാൽ നിങ്ങളെ മോളുടെ ഭാഗ്യം എന്നാ പറയണേ. അത്രയ്ക്ക് നല്ല പേരെടുത്ത കുടുംബവും നല്ല തറവാട്ടുകാരാണെന്നാ പറഞ്ഞേ. നീക്കെന്താ ഒന്നും മിണ്ടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കണമെന്ന് ചോദിക്കുമ്പോ നിനക്കെന്താ നിന്റെ ഇത് കാണുമ്പോ നിപ്പും പാടൊക്കെ കാണുമ്പോ അവനെന്താ ഇഷ്ടായില്ലേ നിനക്ക്? എനിക്കൊന്നും കല്യാണത്തിനൊന്നും താല്പര്യമില്ല മച്ചി. എനിക്കിപ്പോ പഠിക്കണം. ഞങ്ങൾ തന്നെ വന്ന് സമയമാകുമ്പോ പറയാന്ന് വെച്ചിട്ടാ. പഠിക്കുന്നത് ഇപ്പൊ കല്യാണം കഴിഞ്ഞാലും അവര് കൊണ്ടുപോയി പഠിപ്പിക്കും. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് ആയാലും അവിടുന്ന് ആയാലും അവര് പഠിപ്പിക്കും. അവർക്ക് അതിനുള്ളതൊക്കെ ഉണ്ട്. അല്ല എന്തോ പറഞ്ഞല്ലോ നീ അടിയിൽ കൂടെ ഞങ്ങളെന്ന് എന്തോ പറഞ്ഞല്ലോ, അതാരാ ഞങ്ങള്? മനസ്സിലായില്ല. എന്തിട്ട് നീ പറയണ ഞങ്ങളാ? അതെന്താ ഞങ്ങള്? ഞാൻ പറഞ്ഞാ ഞങ്ങളെന്ന് പറഞ്ഞാ എനിക്ക് മനസ്സിലായില്ല. നിന്റെ നിപ്പും പാടൊക്കെ കാണുമ്പോ ഉമ്മാക്ക് പേടിയാകണ്ടിട്ടാ. മച്ചിന്റെ അടുത്ത് ഒരു കാര്യം പറയണം പറഞ്ഞിട്ടായിരിക്കും. എന്തായാലും പെണ്ണുകാണലൊക്കെ വന്ന് കണ്ടല്ലോ. എനിക്ക് എന്റെ കോളേജിൽ ഒരുക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കല്യാണം കഴിക്കുകയാണെങ്കിൽ അയക്കാനെ തന്നെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. എന്തേ നിനക്ക് കോളേജില് ഒരു ചെക്കനായിട്ട് ഇഷ്ടന്നാ? നീ അതിനാണോ അവിടുന്ന് ഒരുങ്ങി പിടിച്ചിട്ട് നീ പോണത്? നിന്നെ നീ +2 വരെ പഠിപ്പിക്കുന്നത് നിനക്ക് അതിനാണോ? വെറുതെ അല്ല ഞാനൊന്നും പറഞ്ഞില്ല ചിത്തുമോളെ. നിന്റെ ആങ്ങളെയോ ഉപ്പയോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ വെറുതെ തല്ലി കൊല്ലും. നീ അതിന് നീ ഇടവരുത്തണ്ട. നീ പറഞ്ഞത് നീ ഏതൊക്കെ ആയിട്ട് നിനക്ക് സ്നേഹം? നീ സ്നേഹിക്കാൻ പോണ, നീ പഠിക്കാൻ പോണ ക്ലാസ്സില്? പടച്ചോ റബ്ബേ, തിന്നാനിത് എങ്ങനെയാന്നാ പറയുക? ഇതാണോ നിന്റെ എണ്ണ മനസ്സില്? പെണ്ണ് കാണാൻ വരുമ്പോഴും എന്തിനു വരുമ്പോഴും ഒരു ഇഷ്ടമില്ലാത്ത പോലെ അവരുടെ മുന്നിൽ വന്ന് നിൽക്കുക. ഇപ്പൊ ഞാൻ വന്ന് ചോദിച്ചപ്പോഴല്ലേ നിന്റെ ഉള്ളിലുള്ളതൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നത്? ഇതിനാണോ നീ ക്ലാസ്സിലേക്ക് കൊടുത്തൊരുങ്ങി പോണത്? കാലത്ത് പോയിട്ട് വൈകിട്ട് വരുന്നത്? നിന്റെ പഠിപ്പ് ഇതോടെ നിർത്താ. ഇനി ഞാൻ ഫസ്റ്റ് നിന്നെ കെട്ടിച്ചു വിടാൻ പറ്റുമോ നോക്കട്ടെ തന്നെ. വരട്ടെ നിന്റെ ആങ്ങളെയും ഉപ്പയോട്ടാ. നിന്റെ പഠിപ്പ് ഇതോടെ നിർത്തി. ഇനി നീ പുറലോകം കാണൂല. നീ ഈ റൂം വിട്ട് ഇനി പോവില്ല. നീ വരട്ടെ, ഇനി അവര് വരട്ടെ. ഉമ്മ ഇക്കാന്റെ കുടുംബവും നല്ല കുടുംബവും ഒക്കെയാണ് ഉമ്മ. അവര് സമയമാകുമ്പോ തന്നെ പെണ്ണ് കാണാൻ വരാന്ന് പറഞ്ഞതായിരുന്നു. അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ പ്രശ്നം നടന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഏത് കുടുംബം നല്ല കുടുംബം എന്നാ നീ പറയണേ? അവരുടെ കുടുംബമൊക്കെ കണ്ടുവെച്ച് അവരുടെ കുടുംബങ്ങളൊക്കെ മനസ്സിലാക്കാൻ മാത്രം നീ വളർന്നാ? അപ്പൊ അവരുടെ കുടുംബത്തൊക്കെ നീ പോയിട്ടുണ്ട്. ഇത് എത്ര കാലം തുടങ്ങിയതാണ്? നീ കോളേജിൽ പോയി ചേർന്ന കാലം തൊട്ട് തുടങ്ങിയതാ? നിന്നെ പറഞ്ഞിട്ട് കാര്യം. നിന്റെ ആങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് നിന്നെ തോല്
പൊളിക്കാൻ വെക്കാൻ നോക്കി നീ ഇത് പഠിക്കാൻ പോണാ, നീ പ്രേമിക്കാൻ പോണാ നീ? ആൾക്കാർ അറിഞ്ഞ എന്താ പറയാ? നമ്മുടെ കുടുംബത്തുണ്ട് അങ്ങനെ ഒരു വൃത്തികെട്ട സ്വഭാവം, പ്രേമിക്കലും അങ്ങനെ ഇങ്ങനെ അത്രയ്ക്ക് ആകുമ്പോഴേക്ക് ഉറപ്പിച്ച് വെച്ച് കോഴി കൊത്തി കൊണ്ടുപോകാൻ പോലെ, അല്ല കോഴിയല്ല, എന്താ കാക്ക ആഞ്ചി കൊണ്ടുപോണ പോലെ കൊണ്ടുപോകും നമ്മുടെ കുടുംബത്തൊക്കെ. നീ ഒന്ന് കണ്ടുപിടിച്ചിട്ട് വന്നിട്ട് എനിക്ക് അത് മതി ഉമ്മ, ഞാൻ വന്നിട്ട് ആകുമ്പോ പറയാന്ന് വെച്ചിട്ട്, ഇതൊക്കെ എവിടെ നിന്ന് വന്ന ഈ ധൈര്യമൊക്കെ നിനക്ക്? എവിടുന്ന വന്നതെന്നു ചോദിക്കുന്നതന്നെ. അതിനാണോ നിന്നെ കാലത്തണിച്ചിട്ട് നല്ല പോലെ പറഞ്ഞയക്കുന്ന കോളേജിലേക്ക്? വരട്ടെ നിന്റെ ആങ്ങളും കണ്ട്, അന്റെ ഉപ്പയും വരട്ടെ. പറയാണ്ട് മൂടി വെച്ചാൽ ശരിയാവൂലത്. ഒരിക്കലും മോള് സ്വപ്നം പോലും കാണണ്ടാട്ടാ നീ വിചാരിച്ച ചക്കനെ കിട്ടുന്ന. ഉമ്മ ഇപ്പം കാണിച്ചതേ വന്നില്ലേ മര്യാദക്ക്, അതാണ് നിന്റെ ചക്കൻ. വിവരം പറയാൻ പോവാണ്. അവരിങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് ചോദിക്കും. എത്രയും പെട്ടെന്ന് ഇത് നടത്തും ഞങ്ങള്. നീ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടല്ലോ, ഒരിക്കലും നടക്കൂല. തല്ലി കൊല്ലും അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ. പൂതി മനസ്സിൽ നിന്ന് കളഞ്ഞോ നിക്ക്. നമ്മളെ കുടുംബത്തായിട്ട് അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല. നീയായിട്ട് അത് ഉണ്ടാക്കണ്ട. എന്റെ താത്തമാരൊക്കെ നല്ല രീതിയിൽ ഉപ്പയും ഉമ്മയും കാണിച്ചു കൊടുത്ത ചെക്കന്മാരുടെ കൂടെയാണ് അവരെ കല്യാണം കഴിച്ചു കൊടുത്തത്. അവരൊന്നും ഒരു ചക്കരയും കണ്ടുപിടിച്ചിട്ട് ഉമ്മ എനിക്കിത് ഇഷ്ടമായി, എനിക്കിത് കല്യാണം കഴിച്ചതാന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. നിനക്കറിയാലോ അവരെ പറ്റിയിട്ട്. നീ അവർക്ക് വെച്ചിട്ട് എത്ര ചെറുതാണ് നീ. എന്ത് ധൈര്യത്തിലാണ് നീ ഉമ്മാന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞത് നീ? അതേപോലെ നിന്റെ ഉപ്പാന്റെ അടുത്തും ആങ്ങളുടെ അടുത്തും നീ പറ. എന്നിട്ട് അവര് സമ്മതിക്കുകയാണെങ്കിൽ നീക്ക് ആ കല്യാണം കഴിച്ചേരാ. ഒരിക്കലും നടക്കില്ല മോളെ. ആ മനസ്സിലുള്ള പൂതി നീ കളഞ്ഞോ? മര്യാദക്ക് ഇത് അവർ വിളിച്ച് പറയൂ. അതാണ് നിനക്ക്. അല്ലാണ്ട് നിന്റെ മനസ്സിലുള്ള പൂതിയെ ഒരിക്കലും വേണ്ട, അത് വിട്ടോ. അമ്മ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ പറഞ്ഞില്ലേ തല്ലിക്കൊന്നാലും കെട്ടിത്തരില്ല എന്ന്. ഞാൻ എന്തായാലും ഷമീർ ഖാനെ തന്നെ കെട്ടും ഉമ്മച്ചി. ഞങ്ങൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഉമ്മച്ചി. ഇക്കാനോടും ഉപ്പാനോടും പറയണം, പറഞ്ഞ് മനസ്സിലാക്കണം. ഉപ്പാനോടും നിന്നെ നിന്നെ തല്ലി ഓശാക്കണം. ഇക്കാനോടും ഉപ്പാനോടും ഞാൻ പറഞ്ഞിട്ട് നിന്റെ കല്യാണം ഞാൻ ശരിയാക്കി തരാം. മര്യാദക്ക് നീ പറഞ്ഞില്ല എന്തിനാ തല്ലിക്കൊല. അതന്നെ ചെയ്യുള്ളൂ. അല്ലാണ്ട് നിന്റെ കല്യാണം ഒന്നും കഴിച്ചതിന്റെ ഒരു പൂതിയില്ല. നിന്റെ റബ്ബേ, ഞാൻ എന്താ ചെയ്യാ? ഞാൻ എങ്ങനെയാ നിന്റെ ആങ്ങളയോടും നിന്റെ ഉപ്പാനോടും ഞാൻ പറയാ? നേരിട്ട് ചെന്ന് പറയും. ഇപ്പൊ എനിക്ക് എനിക്ക് കോളേജിൽ ഒരു ചക്കനായിട്ട് എനിക്ക് സ്നേഹത്തിലാണ് എനിക്ക് കല്യാണം കഴിച്ചത്. നിന്റെ തന്തയോട് ചെന്ന് പറയും. ഇപ്പൊ അവിടെ പോയ നിന്റെ ആങ്ങളുടെ നിന്റെ ഉപ്പോടെ എല്ലാ കുത്തും നഗകളും ഇപ്പൊ നീ പറയണ കണ്ടില്ലേ? ഞാൻ എന്താ ചെയ്യ റബ്ബേ? എനിക്കൊന്നും ഒരു പിടിച്ചും കിട്ടണില്ല. ചിത്തു, ഇതാ എന്റെ തുണി. എന്തിനാ വിഷമിച്ചിരിക്കണ്? ഷമീറിന്റെ കാര്യമൊക്കെ വീട്ടിലറിഞ്ഞു അല്ലേ? ഉമ്മ ഇക്കാനോടൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലായി അതില് വിഷമിക്കൊന്നും വേണ്ട. എന്തിനാ ഇപ്പൊ ഇങ്ങനെ വിഷമിക്കണേ? ഉമ്മാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇക്കാനോടും ഉപ്പാനോടും പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സമ്മതിക്കുന്നില്ല. കല്യാണം ഉറപ്പിക്കാൻ വന്നില്ല, ഫിക്സ് ആക്കാൻ പോണെന്നാ പറയുന്നത്. ഇപ്പൊ എന്താ ചെയ്യാ? അതൊക്കെ പോട്ടെ ചിത്തു, എനിക്ക് എന്നോട് ഒരു കാര്യം തന്നെ പറയാനുള്ളൂ. ഇപ്പൊ നിന്റെ ഉമ്മ ഇപ്പൊ നിന്നെ കല്യാണം കഴിച്ചു ഒഴിക്കുന്ന, അവര് നല്ല ജീവിതം നിനക്ക് തരണം എന്നൊക്കെ ആയിരിക്കുന്നു. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ നിന്റെ ജീവിതമല്ലേ, നിന്റെ ഇഷ്ടങ്ങളും കൂടി നോക്കണ്ടേ? ഷമീർ ഇപ്പൊ അത്ര മോശപ്പെട്ട കുടുംബത്തിൽ നിന്നല്ലല്ലോ. അവന്റെ അടുത്ത് വരാൻ പറയും, വന്ന് നിന്റെ വീട്ടിൽ അന്വേഷിക്കാൻ പറയും. ഇക്കാനോടത്ത് ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കാം. ഇപ്പം നീ ഇപ്പൊ എന്തോ അവർ തന്നെ കെട്ടുള്ളൂ, അങ്ങനെ എങ്ങനെ ഇതൊന്നും ആലോചനയൊന്നും വേണ്ട എന്നുള്ള രീതിക്ക് പറഞ്ഞപ്പോ അത് ഉമ്മ ഇപ്പൊ ഇക്കാന്റെ അടുത്ത് ഉപ്പാന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് അത് ആകെ അവിടെ എന്താ പറയാ, ആകെ പ്രശ്നങ്ങളായിട്ട് ഇരിക്കാണ്. അപ്പൊ നിന്റെ അവസ്ഥ എന്താന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ പറയുന്നത്. നീ അവനെ വിളിച്ചിട്ട് പറയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വീട്ടില്. ഇനിയിപ്പോ എത്ര കാലം എന്ന് വെച്ചിട്ട് കാത്തിരിക്കാൻ പോണം. നിങ്ങൾ രണ്ടാളും കോളേജ് പഠിപ്പൊക്കെ പിന്നെ ആയാലും പഠിക്കാം. അവൻ നിന്റെ സീനിയർ തന്നെയല്ലേ, അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നും വരില്ല. കല്യാണം കഴിഞ്ഞാലും എല്ലാവരും പഠിക്കുക തന്നെയാ. അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പം നിന്നിപ്പോ ഇത്രയും പ്രായമായിട്ട് വീട്ടിൽ നമുക്ക് നിർത്തി വെക്കാൻ പറ്റുമോ? നീയൊക്കെ കുറച്ചും കൂടി ആലോചിച്ചിട്ട് അവൻ്റെ അടുത്ത് കാര്യം പോലെ പറഞ്ഞു നിങ്ങളുടെ കുട്ടികളെയൊക്കെ മാറ്റിയിട്ട് കുറച്ച് കാര്യമായിട്ട് ചിന്തിക്കാൻ പറയും. അല്ല, ഞാൻ ഷമീർ ഖാനെ കൊണ്ടൊക്കെ പറയാനൊക്കെയുണ്ട്. ഷമീർ ഖാൻ സമയാവട്ടെ എന്നാ പറയുന്നത്. എന്തോ അറിയില്ല, വീട്ടുകാരെ കൊണ്ട് പറയുന്നത്. ഈ സമയാവണൊക്കെ എന്ന് സമയാവണ കാര്യം പറഞ്ഞു കൊടുക്കണത്. ഇന്നിപ്പോ പെണ്ണ് കാണാൻ വന്നില്ലേ നിന്നെ, അത് നീ വിളിച്ച് പറയണ്ടേ? ഈ ഓരോ ആലോചനകൾ വരും. കുടുംബത്തിൽ പെൺകുട്ടി ഉണ്ടെങ്കിൽ ആൾക്കാർ വരും, അന്വേഷിക്കും, കല്യാണം ഉറപ്പിക്കും ഒക്കെ ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ട്, നിങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ അടുത്ത് വരാൻ പറയാ. അത് അവരുടെ വീട്ടുകാരായിട്ട് വന്ന് ഉമ്മാനോട് ഉപ്പാനോട് ചോദിക്കാൻ പറയാ. ഇതിപ്പോ അവര് നല്ല കുടുംബമാണെന്ന് ബോധ്യപ്പെട്ടാല് ഇതേപോലെ നിന്ന് കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്യും. ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഇക്കാനോട് ഞാൻ പറഞ്ഞോണ്ട് നിന്റെ കാര്യങ്ങള് നീ അവനെ വിളിച്ചിട്ട് കാര്യമായിട്ട് പറയും. വെറുതെ നിങ്ങളിങ്ങനെ പഠിച്ചു നടന്നിട്ട് കളിച്ചു നടന്നിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ അത്യാവശ്യം പ്രായം എത്തിയില്ല. ഇനിയിപ്പോ കല്യാണം കഴിച്ചു കൊടുക്കാണ്ട് വെറുതെ വീട്ടിലിട്ട് വെക്കുക. നിങ്ങൾ ഇനി എന്താ ഒരു ജോലിയൊക്കെ ആയിട്ട് ചെയ്യാന്ന് വെച്ചിട്ടായിരിക്കും.
അതൊന്നും വേണ്ട മോളെ. അത്ര വയസ്സിലൊന്നും ഞാൻ കണ്ടോടത്തോളം ഈ തറവാട്ടില് അങ്ങനെ നിർത്തി വെച്ചിട്ടും ഇല്ല, കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ടും ഇല്ല. ഉമ്മ പറയണേലും കാര്യം തന്നെയല്ലേ, നീ അത് മനസ്സിലാക്കിയിട്ട് അവൻ്റെ അടുത്ത് കാര്യമായിട്ട് പറ. പിന്നെ എനിക്ക് എന്നോടൊന്നും പറയാനേ ഉള്ളൂ. ഒന്നും പേടിച്ചിട്ടും നരച്ചിട്ടും ധരിച്ചിട്ടൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും നീ ധൈര്യമായിട്ട് ഇരിക്കുക. ഓരോ കാര്യങ്ങൾ നടന്നു പോകുമ്പോ അത് അൽഹംദുലില്ലാന്ന് കരുതി. എനിക്കിപ്പോ അത്രേ പറയുന്നുള്ളൂ. നീ വെറുതെ വിഷമിച്ചിട്ട് ഈ റൂമിന്റെ ഉള്ളിൽ അടഞ്ഞു പൂട്ടിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ കാര്യങ്ങൾ തുറന്ന് പറയുക, അതിനനുസരിച്ചിട്ട് പോയിക്കോളും. അത്രേ ഉള്ളൂ. അവനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ വരാൻ പറയും. ശരി, ഞാൻ പോണു ട്ടാ. ഫോൺ വിളിക്കുന്നു. ഹലോ ഹലോ ഷമീർക്ക. നിനക്കെന്താ വേറെ പണിയൊന്നുമില്ല? നിനക്ക് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കരുതെന്ന്. എന്തിനാ ഷമീർക്ക ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വീട്ടുകാരുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞത് തന്നെയല്ലേ. എന്ത് വീട്ടുകാരെ നീ പറയാൻ നിൽക്കണ? നീ അനുസരിച്ച് തുള്ളാൻ നിന്നിട്ടല്ലേ? നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടെന്ന് പറഞ്ഞ പോരാ നിനക്ക്? പിന്നെ നീ ഇട്ടാണ്ട് ഉണ്ടാക്കാൻ നിൽക്കണം എന്തിനാ? എല്ലാത്തിലും കാര്യത്തിലും നീ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാ? വേണ്ടത് പറഞ്ഞാൽ വേണ്ട, അങ്ങനെ ചെയ്തോളാം. നിനക്ക് ഇനി എന്തിനു പറയുന്നില്ല? പറഞ്ഞു തരാന്ന് പ്രശ്നമുള്ളൂ. നീ പറയുന്നില്ല, എന്ത് നീ പറയാത്തെന്താ? ഞാനായിട്ട് എന്ത് തെറ്റാ ചെയ്ത് ഷമീർക്ക? വീട്ടുകാര് പെണ്ണാലോചിക്കുന്നത് ഞാൻ ചെയ്ത തെറ്റാണോ? നീ വീട്ടുകാര് പറയുന്ന പോലെ നിന്നോർത്തില്ലല്ലേ? നിന്നോർത്തിക്കാണ്ടി ആച്ചക്കന്നെ പോയി കെട്ടിക്കോ, പ്രശ്നം കഴിഞ്ഞില്ലേ? നിന്റെ അടുത്ത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് സംസാരിക്കണം, നീ സംസാരിക്കണം. അല്ലാണ്ട് എന്റെ അപ്പുറത്ത് പുറത്ത് ആരും സംസാരിക്കുന്നില്ല, നീ സംസാരിക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കേണ്ട എന്താ? അതിന്റെ അർത്ഥം നിനക്ക് ഇതിനോട് താല്പര്യമില്ല. നിനക്ക് നിന്റെ ഉപ്പയും ഉമ്മയും പറഞ്ഞ കേട്ടും കേട്ട് നിനക്ക് അവരെ കൂടെ ഇപ്പൊ ഗൾഫുകാരനായാലും വേണ്ടില്ല, ഏതൊരുത്തനായാലും വേണ്ടില്ല, നിനക്ക് അവര് പറഞ്ഞ കേട്ട് കല്യാണം കഴിക്കുന്ന രീതിയിലല്ലേ നിൽക്കുന്നേ? എന്ത് കാര്യമുള്ളത്? പിന്നെ എന്ത് സ്നേഹാണെന്ത്? കള്ളസ്നേഹ? നീനെ എനിക്ക് ഭ്രാന്താക്കല് നീ വെറുതെട്ടാ. നീ എന്താ നീ കാണിച്ചോ? നീ വീട്ടിൽ പറഞ്ഞ പോലെ കെട്ടുന്നിട്ട് ആ ചക്കൻ നീ കെട്ടിയിരുന്നോ? സുഖമായിട്ട് സുന്ദരമായിട്ട് ഇരുന്നോ? ഒരു തേങ്ങയില്ല അല്ല. പിന്നെ ഞാൻ എത്രയും ഷമീർഖാന്റെ അടുത്ത് വീട്ടിൽ വന്ന് സംസാരിക്കാന്, എന്നാലും ഉമ്മാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? നീ വീട്ടിലപ്പോ എല്ലാ കാര്യം പറഞ്ഞ? നീ എന്ത് കാര്യം നീ വീട്ടില് പറഞ്ഞേ? അതല്ല, എന്നിട്ട് അവരെന്താ പറഞ്ഞേ? എന്തേലും പറഞ്ഞവര്? ഞാൻ വേറെ കാര്യങ്ങളൊന്നും ഷമീർഖാനോട് പറയുന്നില്ല. ഉമ്മേനെയും ഉപ്പാനെയും കൂട്ടിയിട്ട് വന്നിട്ട് എന്നെ പെണ്ണ് ചോദിക്കണം. എന്റെ ഉമ്മാനും ഉപ്പാനും കൊണ്ടുവരാൻ നീ പറയാൻ നിൽക്കണ്ട കേട്ടല്ലോ. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അതിനു മുമ്പുണ്ടല്ല, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എനിക്ക് എന്റെ ഉപ്പാനും കാണണോ എന്റെ ഇക്കാനും കാണണോ, എന്നിട്ട് എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കണ്ട അടുത്ത്. എന്നിട്ട് മതി ബാക്കിയുള്ള ഉമ്മാനും ഉപ്പാനും കൊണ്ടുവരലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ ഓരോന്ന് കാണാണ്ട് എനിക്ക്. ഞാൻ വരുന്നുണ്ടാണ്ട്, ഇപ്പൊ തന്നെ വരുന്നുണ്ടാണ്ട് കേട്ടാ. ശരി, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇക്ക എന്റെ വീട്ടിലേക്ക് വായോ. ശരി എന്നാ കേട്ടാ, ഞാൻ ഫോൺ വെക്കാം. ഞാൻ വന്നിട്ട് കാണാം. ഓക്കെ. എല്ലാം കൊണ്ടും അപ്പൊ അവിടെ പോയി എന്താ പറയാണോ? ഉമ്മ, ഞാൻ ഷമീർഖാനെ വിളിച്ച് ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ നീ അവനെയൊക്കെ ഇങ്ങോട്ട് വരാൻ പറയുന്നത്? അവനെന്തിനാ നമ്മുടെ വീട്ടിൽ വരുന്നത്? പെട്ടെന്ന് പറഞ്ഞാലും മനസ്സിലാവൂല. നീ എന്തിനാ അവനോട് വിളിച്ചിട്ട് വരാൻ പറഞ്ഞ്? ഇന്നലെ ചീത്ത പറഞ്ഞൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവൂല്ലേ നീ അവനോട്? ഇത്ര മാത്രം ആയി കഴിഞ്ഞാ ഈ ഇല്ലും വെച്ച് ഷമീർക്ക ഇക്കാനോടും ഉമ്മാനോടും സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം. എന്തായാലും വരട്ടെ, വന്നിട്ട് നമുക്ക് എന്താ വേണ്ടത് തീരുമാനിക്കാം. കൊടുക്കണോ കൊടുക്കണ്ടയോ എന്നാ തീരുമാനിച്ചോന്ന്. നിങ്ങളിവിടെ ഇരിക്കുക. ഞാൻ പറഞ്ഞില്ല നേരത്തെ മോളുടെ കാര്യം. ഒരേ കാര്യത്തിൽ വിളിച്ചിട്ട് അവർ ഇരുന്നിട്ട് അവനെ വിളിച്ച് പറഞ്ഞു തോന്നുന്നുണ്ട്. ഇപ്പൊ അവൻ വരുന്നുണ്ട് അത്ര. ഞാൻ നിന്റെ അപ്പാടും നിന്റെ ഉപ്പാടും വന്നിട്ട് നേരിട്ട് ചോദിക്കുക, അവരെന്താ പറയണത് നോക്കട്ടെ. തന്നെ നോക്കിയിട്ട് അവർ തന്നില്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ നീ ഇറങ്ങി വരണമെന്ന് പറഞ്ഞിട്ട് അവളോട് പറഞ്ഞിരിക്കുന്നു. എന്താ ചെയ്യുക? പാമ്പോലൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? നമ്മളെ മകളും അങ്ങനെ വാശി പിടിക്കുമ്പോൾ, അവരും അങ്ങനെ വാശി പിടിക്കുമ്പോൾ എന്താ ചെയ്യുക? ആൾക്കാരുടെ മുന്നിൽ നാണം കെടാണ്ടേ എന്നോ അല്ലെങ്കിൽ അവനവൻ്റെ ആൾക്കാരുടെ ജാതിക്ക് ജാതിയല്ലേ, നമുക്ക് നടത്തി കൊടുക്കാം. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? അപ്പം അവൻ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ വന്ന് പറഞ്ഞു, അമ്മ അങ്ങനെ വരുന്നുണ്ട്, ഷമീർക്ക വരുന്നുണ്ട്. നീ ഇന്നലെ പറഞ്ഞ കാര്യല്ലേ, അത് വരട്ടെ. ഇപ്പൊ അവൻ വന്നിട്ട് എന്നാ തീരുമാനം എടുക്കണമെന്ന് പറയട്ടെ. അതൊന്ന് അറിഞ്ഞിട്ടേ നമുക്ക് തീരുമാനം പറയാലോ. അത് പെട്ടെന്ന് എടുത്ത് പിടിച്ചോണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവന്റെ തീരുമാനം എന്താന്നുള്ളത് അത് നമുക്ക് അന്വേഷിക്കാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇപ്പൊ വരാ പറഞ്ഞു അവന്റെ? അല്ല, എന്തൊക്കെ കുറച്ച് നേരത്തെ വന്ന് പറഞ്ഞു എന്നോട്, അമ്മ അതെ ഷമീർക്ക വരുന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കാനാണ്.
അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പഠിപ്പുകളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാന്ന് വെച്ചിട്ടിരുന്നാണ്. ഞാനും വീട്ടിൽ നിങ്ങളോട് പറയാ, ഷെമീക്കാട് വീട്ടിൽ ഷെമീക്ക പറയാ പഠിപ്പ് കഴിയട്ടെ എന്നാ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഉച്ചക്ക് പെണ്ണ് കാണാൻ വരലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പിക്കണ ലെവലെത്തിയപ്പോൾ ആ നിക്കാക്ക് വിളിച്ചപ്പോഴാണ് നിക്ക ഇപ്പോൾ ചോദിക്കാനായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു. നമ്മുടെ മോളുടെ കാര്യല്ലേ, നോക്കാം. മോളുടെ കാര്യമല്ല, മോളെ തല്ലിട്ട് ഓർസാക്കണം. മോള് പഠിക്കാൻ പറ്റുന്നത് അവളുടെ മൂത്തവരെ രണ്ടാളെ കല്യാണം കഴിച്ചു കൊടുത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്ന അവരെ ഏതെങ്കിലും കണ്ടുപിടിച്ച ഇതെന്തിട്ട് പെൺകുട്ടികളത്? ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ ചേർന്നതാ, നല്ലതല്ല. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ തന്നെ പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ നമ്മള് അയച്ചു വിട്ട പോലെയല്ലേ, നമുക്ക് തോന്നിയ പോലെ ചെയ്യല്ലേ. കൊടുത്തു, ഉച്ചക്ക് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. എന്തായാലും അവരും കൂടെ വന്നിട്ട് തീരുമാനിക്കട്ടെ. ഇന്ന് ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല, ആ റൂമൊന്ന് പുറത്തേക്ക് വന്നിട്ടില്ലെന്ന്. ഒരേ അടച്ചു മൂടി ഇരിപ്പാണ്. ഫോണും ഉണ്ടല്ലോ കയ്യില്, സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലേ. ഈ ഫോണാണ് പെൺകുട്ടികൾക്ക് നാശാക്കുന്നത് ഫോണാണ്. ആ ഫോണില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഫോണില്ലെങ്കിൽ പഠിക്കാനും പോകില്ല. അവർക്ക് ഭക്ഷണം വേണ്ട, ചായ വേണ്ട, കടി വേണ്ട, ഫോണുണ്ടെങ്കിൽ മതി അവർക്ക്. എന്താ ചെയ്യുക? ഇപ്പൊ എന്തായാലും അവൻ വരട്ടെ, നിങ്ങൾ കടിപിടിയെന്നൊന്നും പറയാനോ വർത്താനം പറയാനോ. അപ്പൊ അവൻ വന്ന് എന്താ പറയണ നോക്കാം. ഇനിയിപ്പൊ അവളെ പറയണ നിങ്ങൾ സമയമാകുമ്പോ പറയാ, അല്ലെങ്കിൽ ഷെമീർക്ക വിളിച്ചാൽ പോകും, അല്ലെങ്കിൽ അമ്മ പറഞ്ഞ പോലെ തന്നെ തല്ലിക്കൊന്നോന്നാ പറയണുള്ളൂ. വാശി പിടിച്ചിട്ടാ നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള വാശി പിടിച്ചിട്ട് നിൽക്കുന്ന മോളെ നമ്മൾ എന്താ ചെയ്യുക? ഇനി നമ്മൾ വാശി പിടിച്ചിരുന്നാൽ ചിലപ്പോൾ അവനോട് ഇറങ്ങിപ്പോകും. നാണക്കേടല്ലേ? പിന്നെ നമ്മൾ എന്താ ചെയ്തിട്ട് കാര്യമുണ്ടാ, തൂക്കിച്ചാകണം. പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണത്? അവൻ വരുന്നു പറഞ്ഞല്ലോ, വന്നിട്ട് നമുക്ക് സംസാരിക്കാന്നേ. അതെ, ആ കുട്ടി വന്നു തോന്നുന്നുണ്ട്. നോക്കട്ടെ, ഷെഫീഖിനെ ഒന്ന് വിളിക്കും, നോക്കട്ടെ. വലൈക്കും സലാം. ആ മനസ്സിലായി, ഇരിച്ചു. എന്നേ ഇതൊന്ന് ആഹാ, ഇവനാണല്ലേ നമ്മുടെ പെങ്ങളുടെ പിന്നാലെ നടക്കണ ചെക്കൻ. ഇവൻ എന്തിനാ അമ്മ ഈ വീട്ടിന്റെ കുടുംബത്തിൽ കയറ്റിയിരിക്കുന്നത്? പിന്നെ ഞാൻ എന്താ പറയണ്ടത്? നമ്മുടെ പെങ്ങള് പഠിക്കാൻ പോണതിന്റെ പിന്നാലെ പോയി അതിന്റെ മനസ്സ് മാറ്റിയിട്ട് കണ്ടില്ല പെങ്ങള് കിടന്ന് കരഞ്ഞിട്ട് നിലവിളിച്ചിട്ടൊക്കെ. അതിനൊക്കെ കാരണക്കാരൻ ഇവനല്ലേ. എന്തിന്റെ കേടാ അവന്? സ്നേഹവും തേങ്ങാമാങ്ങ പഠിക്കുന്ന സമയത്ത് പഠിച്ചൂടെ? അത്രമാത്രം പ്രായമൊന്നും ഇല്ലല്ലോ. സമയത്ത് പഠിച്ചൂടെ മക്കളെ? നിങ്ങളെ ഉമ്മ അപ്പ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുന്നത് പഠിക്കാനല്ലേ. അതേപോലെ തന്നെ നമ്മുടെ മോള് ഇവിടുന്ന് പോണത് പഠിക്കാന്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒന്നും വളരുന്നുണ്ടോ നമുക്ക് അറിയില്ലല്ലോ. ഇന്നൊരു വീട്ടിൽ കാണാൻ വന്നപ്പോ അവള് നല്ലപോലെ ഒന്നും നിൽക്കണില്ല, ചെക്കന്റെ മുഖം പോലും നോക്കണില്ല. അതല്ല, അതൊക്കെ പോട്ടെ. ഇപ്പൊ എന്തിനാണ് ഇവിടെ കയറ്റി ഇരുത്തിയിരിക്കുന്നത്? ഇപ്പൊ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോഴാണ് അവള് എന്തെങ്കിലും നിനക്ക് ചെക്കനെ അല്ല, എന്തുമാത്രം ധൈര്യം അവള് പറയണ, അമ്മ എനിക്ക് ഇങ്ങനെ ഒരാളെ ഇഷ്ടമാണ്, കോളേജിൽ പഠിക്കുമ്പോഴുള്ള ഇതാണ്. വേണ്ട, വീട്ടിലൊന്നും ഇരുത്തണ്ട. എണീറ്റ് പോവാൻ നോക്കിയേ. എത്രമാത്രം ധൈര്യം നമ്മുടെ കുടുംബത്തിൽ കയറി ഇരുന്നിട്ട് നെളിഞ്ഞിരിക്കാന്. അങ്ങനെയൊന്നും പറയില്ല മോനെ, അങ്ങനെ പറയില്ല. എന്താ ചെയ്യുന്നേ? പഠിക്കണോ? അല്ലമ്മ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ കഴിയാറായി, ഏകദേശം കഴിയാറായി. ഏകദേശം കഴിയാനായ? മോനിക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഉമ്മ ഉണ്ട്, ഉപ്പുണ്ട്, പിന്നെ പെങ്ങളുണ്ട്, ഞാനുണ്ട്. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞാ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. പെങ്ങളുടെ കല്യാണം കഴിയാണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ കല്യാണം കഴിക്കാൻ മുട്ടിയിട്ട് നിക്കണല്ലേ? അവൾക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ പണിയുടെ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചിട്ട് മോനെ എങ്ങനെ പോറ്റുന്നാണ് ഇപ്പൊ നിങ്ങൾ പ്രേമിച്ചിട്ട് നടക്കണേ? ഈ പഠിച്ചിട്ട് നടക്കുന്ന കുട്ടിക്ക് വിചാരിച്ച് പണിയുണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നത്. ഒരു പണിയും തുറയില്ലാണ്ട് എന്റെ മോളുടെ പിന്നാലെ നീ നടന്നിരുന്നില്ലേ? ഇത് ശരിയാവില്ല കേട്ടാ. പറഞ്ഞില്ലാന്ന് വേണ്ട, ഇത് ഒരു നടക്കി പോണ കേസല്ല. അല്ല ഉപ്പ, ഒരു മിനിറ്റ് ഉമ്മ, ഒരു മിനിറ്റ്. നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞെങ്കിൽ ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി കേൾക്കുമോ നിങ്ങൾ പറയണത്? നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ എത്ര ദൂരം. സെരിമോന്റെ കാര്യം പറയേ. വിളിക്ക്, എല്ലാരും മര്യാദ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഈ ചുറ്റിക്കളിയിലൊക്കെ മര്യാദ കൊടുത്തിട്ടുണ്ട്. ഇനി മോനുള്ളതും കൂടി പറയേ. ഉപ്പാനെ വിളിക്ക്. എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാൻ ഞാൻ വന്നിട്ടില്ല. നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞെങ്കിൽ ബാക്കി സംസാരിക്കാം. മോനെ, എന്താ പറയാനുള്ളത്? ഏതൊരു ഉമ്മാക്കും ഉപ്പാക്കും മോന്റെ ആയാലും ഞങ്ങളുടെ ആയാലും ഞങ്ങളെ വിഷമമാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലാണ്ട് മോനെ വിളിച്ചു വെച്ചിട്ട് ഭീഷണിപ്പെടുത്തണം പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യല്ലേ. നമ്മളുടെ പെങ്ങളെ സ്നേഹിച്ചു നമ്മുടെ വീട്ടിൽ വന്നിട്ടാണ് പെണ്ണ് ചോദിക്കാൻ വന്നിരിക്കുന്നത്. എത്ര ധൈര്യം ഉണ്ടാവും? ശരി, മിണ്ടാണ്ടിരിക്കും. മോൻ എന്താ പറയണത്? ഞാനിവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ തല്ലുണ്ടാക്കാനോ പിടിക്കാൻ വന്നതല്ല.
കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, അതിന് വേണ്ടി വന്നതാണ്. വന്നപ്പോ നിങ്ങൾക്ക് കുറെ സംസാരിച്ചാൽ കേട്ടല്ലോ, അതേപോലെ ഒരു 5 മിനിറ്റ് എനിക്ക് സംസാരിക്കണം. ആ സംസാരിച്ച് കേട്ടിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ തീരുമാനിച്ചു. എനിക്കൊരു ഉപ്പ, ഞാൻ നിങ്ങളടുത്ത് സമാധാനമായിട്ട് ഞാൻ പറയണല്ലേ, സമാധാനമായിട്ട് നിങ്ങൾ കേൾക്കണം. കാരണം വെച്ചാല് എന്റെ ഏകദേശം പഠിപ്പുണ്ടല്ലോ, ഈ കോഴ്സ് ഞാൻ പഠിക്കുന്ന കോഴ്സ് ഉണ്ടല്ലോ, ഏകദേശം ഒരു 4 വർഷത്തെ കോഴ്സ് ആയിരുന്നു. അതിപ്പോ ഫൈനൽ ഇയർ ആണ് വരുന്നത്. അതും കൂടി കഴിഞ്ഞാല് എനിക്ക് ആ കമ്പനിയിൽ തന്നെയാണ് എനിക്ക് ജോലിയും കാര്യം കിട്ടുക. അത് കിട്ടിയത് തന്നെ എനിക്ക് 1.5 ലക്ഷമാണ് എന്റെ സാലറി കാര്യക്കാർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്. അല്ലാണ്ട് എനിക്ക് ഇതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യാം. ഞാൻ ചെയ്തില്ല. കാരണം എന്താണ്, എനിക്ക് നല്ലൊരു ജോലി എനിക്ക് വേണം. അതിന് വേണ്ടി ഞാൻ ഇത്രയും ടൈം ഞാൻ സ്പെൻഡ് ചെയ്ത് നിന്ന് ഇവളോടക്കം ഞാൻ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കാനും പിടിക്കാൻ നിൽക്കണ്ട. കാരണം വെച്ചാല് ഞാൻ ഇത് എത്രത്തോളം പോട്ടെ എന്നിട്ട് നിൽക്കായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് ഞാൻ വരാൻ കാരണം തന്നെ എന്താ വെച്ചാല്, ഇപ്പൊ ഇവൾക്ക് പെണ്ണ് നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ കണ്ട് അവസാനം വരത്തെ ക്ലൈമാക്സ് എത്തിയ സമയത്താണ് പിന്നെ എനിക്ക് വേറെ വഴിയില്ല ഇതിനോട് ഇറങ്ങാന്. ഇതിനോട് ഞാൻ സംബന്ധിച്ചിട്ട് എല്ലാം എനിക്ക് നല്ല രീതിയിൽ ജോലി ആവട്ടെ, ജോലി ആയിട്ട് സമാധാനത്തിൽ പോയി അന്വേഷിക്കുക. ഉമ്മാട് ഉപ്പാട് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവരായിട്ട് നേരെ പോയി ചോദിക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് ഉണ്ടായിരുന്നത്. നിങ്ങളോട് കേൾക്കണം. കാരണം വെച്ചാല് എനിക്ക് ഇനിയിപ്പോ കുറച്ചും കൂടി കഴിഞ്ഞാല് എന്റെ ഏകദേശം ഈ പഠിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് എനിക്ക് നേരെ അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അതിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ ഇവളെ പൊന്നുപോലെ നോക്കോ, ഇനിയിപ്പോ നോക്കിയില്ലേ എന്നുള്ള ഒരു ടെൻഷനോ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ടൈം ഇത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്തത് എന്റെ ഒരു ഇതിന് അച്ചീവ്മെന്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഓളെ ചതിക്കാനോ ഓളതാക്കാനോ പിടിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്തത്. അതിന്റെ സമയമാകുമ്പോ ഞാൻ തന്നെ വന്നിട്ട് എന്റെ വീട്ടുകാർ വന്നിട്ട് സംസാരിക്കാന്നുള്ള പ്ലാനിങ് തന്നെയായിരുന്നത്. അതിന്റെ ഇടയിൽ ഇവിടെ പെണ്ണ് നോക്കലും അത് മൊത്തത്തിൽ ഗുലുമാലായപ്പോ എനിക്ക് വേറെ വഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളടുത്ത് പറഞ്ഞ മനുഷ്യന്മാരല്ലേ, പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, കേൾക്കുമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഡയറക്റ്റ് എല്ലാം ഓർഡർ ഞാൻ പറഞ്ഞിട്ട് ഉപ്പാനും ഉമ്മാരിക്കാരെ വരെ കാണാന്ന് പറഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് വന്നതും സംസാരിക്കാനും. അപ്പൊ നിങ്ങൾ ഇത്രമാത്രം ചൂടായി, നിങ്ങൾ സംസാരം കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് ഞാൻ പറയണത് നിങ്ങൾ കേട്ടാൽ മാത്രം മതി. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക, ഒക്കെ ചെയ്യുക, പ്രശ്നമില്ല. എനിക്ക് വേലയില്ല കൂലിയില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ഈ കുറച്ചും കൂടി കഴിഞ്ഞാല് എന്റെ എല്ലാ പ്രശ്നത്തിനും എല്ലാത്തിനും ഒരു തീരുമാനം എനിക്കാവും. പിന്നെ അവളെ മഹാറാണി പോലെ ഞാൻ നോക്കുക. എനിക്കത് മാത്രമേ ഉള്ളൂ ഞാന്. അപ്പൊ നിങ്ങൾ എന്താ വേണ്ട വെച്ചാല് നോക്കിങ്ങാണ്ട് ചെയ്യുക. ഇത് എടുത്തും പിടിച്ചും ചാടി ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ ഓടിച്ചാടി വന്നിട്ട് ഉമ്മാട് ഉപ്പയും വരുന്നത് സംസാരിക്കേണ്ട കാര്യമാണ് ഇപ്പൊ ഞാൻ വന്ന് സംസാരിക്കണത്. നിങ്ങൾ വന്ന പാടന്നെ എന്റെ അടുത്ത് ഇത്രമാത്രം ഷൗട്ട് ചെയ്ത് ഇത്ര ദേഷ്യത്തോടെ സംസാരിച്ചത് എന്തിനാന്ന് എനിക്കറിയില്ല. എനിക്ക് ജോലിയില്ല കൂലിയില്ല അതിനാണോ അത് എനിക്കറിയില്ല. പക്ഷെ ഈ ജോലിയില്ല കൂലിയില്ല എന്നാണ് ഇപ്പത്തെ ഒരു സന്ദർഭത്തിൽ മാത്രമേ എനിക്ക് ഇല്ലാത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. പിന്നെ എന്റെ കുടുംബത്തിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പോയിട്ട് ഇപ്പൊ എന്റെ നാട്ടിൽ വന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. പള്ളത്തെ ഫാമിലി എന്ന് ചോദിച്ചാൽ മതി. പള്ളത്തെ ഹൗസാണ്, എല്ലാവർക്കും അറിയാം. ആ തറവാട്ടിൽപ്പെട്ട കുടുംബമാണ്. ആ കുടുംബത്തിലുള്ള ഒരുത്തനാണ് ഞാൻ. അപ്പൊ നിങ്ങൾ അത് അന്വേഷിച്ചാൽ മതി. ഒരു പ്രശ്നം നിങ്ങൾക്കില്ല, കേട്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആ കുടുംബത്തിന്റെ പ്രശ്നം നിങ്ങൾക്ക് പേടിയില്ല. നിങ്ങൾക്ക് അത് മറിച്ച് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്നെ നിങ്ങൾ നാട്ടിലൊന്ന് അന്വേഷിച്ചോ, ഒരു കുഴപ്പമില്ല. ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ഓൾ കിട്ടിച്ചേരണ്ട. ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ കിട്ടിച്ചേരണ്ട. നിങ്ങൾ അന്വേഷിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയട്ടെ ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ. പക്ഷെ ഈ ജോലിയും കൂലിയും ഇല്ല അതിന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് പേടിക്കാനേ വേണ്ട. ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് റീസൺ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് സംസാരിച്ചോ, ഞാനത് പറഞ്ഞു തരാം. മോനെ പറ്റി നിങ്ങക്ക് വിഷമോ മോനെ പറ്റി തരാനല്ല. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന പ്രായമല്ലേ. മോൻ പറഞ്ഞതിന് നിങ്ങക്ക് ദേഷ്യമോ ഒന്നുമല്ല. ഒരു ഉപ്പാക്കും ഉമ്മാക്കും ഒരു ഇക്കാക്കായാലും ഒരു പെങ്ങൾക്ക് വരുമ്പോ ഒരു വിഷമം ഉണ്ടാവൂല. അതിന് ഞങ്ങൾക്ക് വന്നിട്ടുള്ളൂ. എന്നാ ഒരു പെൺകുട്ടിയല്ലേ മോനെങ്ങനെ എന്തെന്നും നമുക്ക് അറിയില്ലല്ലോ. ഓരോരുത്തര് ഓരോ എന്താ പറയാ, ഓരോ സ്കൂൾ വിട്ടു ഓരോരുത്തര് ഓരോ പെൺകുട്ടിയുടെ ബാക്കിൽ ഇങ്ങനെ നടക്കുമ്പോ അവരവരുടെ വീട്ടിലിക്കമാർക്കൊക്കെ എന്താ സങ്കടം ഉണ്ടാവും. അതേ സങ്കടം തന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. മോൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ അവിടുത്തോളം പള്ളത്തെ ഫാമിലിന്ന് കേട്ടപ്പോഴും നമുക്ക് നിങ്ങളെ കുടുംബത്തിനെ പറ്റിയൊക്കെ നമുക്ക് കുറച്ചൊക്കെ അറിവ് ഇപ്പൊ കിട്ടി. പള്ളത്തെ ഫാമിലി എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഒത്തിരി ഇങ്ങനെ മനസ്സിലായത്. മോനെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. അപ്പൊ നമ്മുടെ മോള് ഇങ്ങനെ സ്നേഹിച്ചെന്ന് പറയുമ്പോ ഏതൊരു ഉപ്പാക്കും ഉമ്മാക്കും ഇക്കമാർക്കും തോന്നുന്നത് തന്നെ ഞങ്ങൾക്കും തോന്നിയത്. മോൻ വർത്താനം പറഞ്ഞപ്പോ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അങ്ങനെ ശരിയാകാണെങ്കിൽ മോൻ പറഞ്ഞ പോലെ ഒരു കൊല്ലം ആകട്ടെ, സമയമാകട്ടെ ആയിട്ട് മോന്റെ ഉപ്പയും ഒക്കെ വന്നിട്ട് നേരിട്ട് അതിന്റെ രീതിയിൽ വന്ന് പെണ്ണ് ചോദിക്കട്ടെ. അതന്നെ. കാരണം വെച്ചാല് ഞാൻ ഇത് ലവ് മാരേജ് എന്ന രീതിയിൽ ലവ് മാരേജ് അറേഞ്ച് മാരേജ് ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ലവ് ചെയ്യുന്നുണ്ട്. അത് അതിന്റേതായ സമയത്ത് പറയാ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഇടയിലാണല്ലോ ഇവിടെ പെണ്ണ് അന്വേഷിക്കലും പിടിക്കലും കാര്യമൊക്കെ ഉണ്ടായത്. ഒരു പെൺകുട്ടി ഉണ്ടാകുമ്പോ ആലോചന വന്നോണ്ടല്ലേ ഇരിക്കുക. അപ്പൊ അവിടെ താത്തമാരെ ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തു. ഒരു ഇതില്ല.
നല്ലപോലെ പെണ്ണ് കാണാൻ വന്ന് ഞങ്ങൾക്ക് പറ്റിയ കുടുംബം, അവർക്കും പെൺകുട്ടീനെ ഇഷ്ടമായി, ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്ത്. ഇവള് ഞാൻ അങ്ങനത്തെ ഒരു കാര്യം അവസാനമായിട്ട് പറയുമ്പോ, കാരണം വെച്ചാല് എനിക്ക് ഇനിയിപ്പോ ഒരു 6-7 മാസം കൂടി ഇപ്പൊ എനിക്ക് കുറച്ച് ടൈം എനിക്ക് വേണം. കാരണം വെച്ചാല് അതും കൂടി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ എനിക്ക് എന്റെ എല്ലാം ഞാൻ അച്ചീവ്മെന്റ് ചെയ്തു. ഞാൻ ആ ജോലിയിലോട്ട് കടന്നു കഴിഞ്ഞാല് പിന്നെ വേറെ ഒരു ഇതാണ് ഞാൻ ആഗ്രഹിച്ച പോലെ എന്റെ ഡ്രീം എല്ലാം സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ എനിക്ക് അത് അൽഹംദുലില്ലാ അത്ര മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇതുവരെ പിടിച്ചു നിന്നതാണ്. അപ്പൊ അതിനും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ടൈമും കൂടി നിങ്ങൾ സാവകാശം നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉപ്പാനും ഉമ്മാനും കൊടുക്കും കാട്ടി ഒരു അറേഞ്ച്മെന്റ്, ലവ് മാരേജ് എന്നല്ല, ഒരു അറേഞ്ച്മെന്റ് മാരേജ് എന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് നടത്തി വരികയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷെ ഇപ്പൊ നിങ്ങൾ അവൾക്ക് പെട്ടെന്ന് പെണ്ണും കാര്യം നോക്കുന്നുണ്ടല്ലോ, ആ ഒരു ഇതിലാണ് ഞാൻ ഓടിച്ചാടി കടഞ്ഞു വന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് മാനിച്ച് ഒന്ന് ഇതാക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഉപ്പാർത്തും ഉമ്മാർത്തും ഞാൻ വന്ന് കാട്ട് തീരുമാനിക്കാൻ പോലെ ഞാൻ പറഞ്ഞത് ഇത്തിരി ദേഷ്യപ്പെട്ട് പറഞ്ഞതാണ്. അത് സാരില്ലപ്പാ, അതും കുഴപ്പമില്ലപ്പാ. അതൊക്കെ നിങ്ങളെ ഇമോഷണൽ അല്ല, അതൊന്നും പ്രശ്നമില്ല, ഒന്നും കാര്യമില്ല. മോനിരിക്കേ, വെള്ളം എടുക്കട്ടെ. ഇല്ല കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് പറയാൻ വേണ്ടി വന്നു. ഇപ്പൊ ഒരു ഇരുട്ടിയല്ലോ, ഞാൻ പോവാൻ നോക്കട്ടെ ഇൻഷാല്ലാ. അപ്പൊ ഞാൻ നല്ലൊരു നോക്കിട്ട് ഇൻഷാല്ലാ ആയിക്കോട്ടെ കാര്യങ്ങളൊക്കെ. എന്നാ പിന്നെ വേറെ ഒന്നും കുഴപ്പമില്ലല്ലോ. ഇനി എന്നോട് ഇതൊന്നും ദേഷ്യം തോന്നരുതിട്ടാ, എന്നോട് ദേഷ്യം തോന്നരുതിട്ട്. അപ്പൊ ശരി, ഞാൻ ഇറങ്ങട്ടെ എന്നാ. ഇൻഷാല്ലാ ഞാൻ നോക്കിട്ട് വേറെ ആലോചന ഞങ്ങൾ കൊണ്ടുവരുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാലേ, എനിക്ക് എല്ലാ ഫാമിലിയോട് കൂടിയിട്ട് ഒരുമിച്ച് നല്ല സന്തോഷത്തോട് മാരേജ് കഴിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് വിളിച്ചിറക്കി എന്ന് ഞാൻ എനിക്ക് കൊണ്ടുപോവാ. പക്ഷെ അത് നല്ലതല്ലല്ലോ, ഒരിക്കലും ഒരു കുടുംബത്തിനും ചെയ്യാൻ പാടില്ല. അല്ല, കാരണം അങ്ങനെയല്ലപ്പാ. കാരണം ഒരു എല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ. അപ്പൊ വന്നു കഴിഞ്ഞാല് അപ്പൊ ഓള് വിളിച്ചു വരും, ഇറങ്ങി പോകും. പക്ഷെ നല്ലതല്ല. അതെ ആയിക്കോട്ടെ. അപ്പൊ ആയിക്കോട്ടെ ശരി ഇൻഷാല്ലാ. ഓക്കെ ശരി. എന്റെ മോനെ പറഞ്ഞ കേട്ടോടത്തോളം കുഴപ്പമില്ല. പയ്യൻ നല്ല പയ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ തെരഞ്ഞു പോലെ ഇത്ര നല്ല സ്വഭാവമുള്ള പയ്യൻ. പിന്നെ അവളും പറയണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബക്കാരായിട്ട് പോയിട്ടേ ഇങ്ങനെ തെരഞ്ഞു പോയാൽ നമുക്ക് കിട്ടില്ല. ചെക്കൻ കാര്യങ്ങൾ പറഞ്ഞൊക്കെ നമുക്ക് മനസ്സിലായില്ലേ. നല്ല സ്വഭാവം, പണിയില്ലാന്നുള്ളൂ. അത് പണി പഠിച്ചു കഴിഞ്ഞാൽ ജോലിയൊക്കെ കിട്ടുന്നല്ലോ പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഫാമിലിയാണ് തോന്നുന്നത്. പള്ളത്ത് ഫാമിലിയാണോ? പള്ളത്ത് ഹൗസ് അല്ലേ? തറവാട്ടിന്റെ. അന്വേഷിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അവരെ പറ്റി. അവരൊക്കെ ഒത്തിരി പേരുള്ള. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. അവരുടെ ആൾക്കാർക്ക് നമ്പർ ഒന്ന് വിളിച്ചിട്ട് കുട്ടികൾ പറഞ്ഞിട്ട് അത് അവർക്ക് നമ്പർ വേണ്ട. കുട്ടി അവരെ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് അവര് അപ്പൊ ഇപ്പൊ അതെ അപ്പൊ തന്നെ അവൾക്കും ആകുള്ളൂ. വയസ്സും കാര്യങ്ങളൊക്കെ ആകണ്ടേ. അല്ല, വലിയവരോട് പറഞ്ഞിട്ട് അത് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് 6 മാസം 1 മാസം 1 കൊല്ലം കാത്തിരിക്കല്ലോ. പക്ഷെ കുഴപ്പമില്ല. പറയാ ഉറപ്പിച്ച് പറഞ്ഞു വെച്ചിക്കണെന്ന് പറയാ. പക്ഷെ കേട്ടോടത്തോളം എന്തായാലും കുഴപ്പമില്ല. ചെക്കൻ നല്ല ചെക്കനും നല്ല ഡീസന്റ് സംസാരത്തിലും വർത്താനത്തിലും ഒക്കെ നല്ല ഇഷ്ടമായി. ചെക്കൻ ആദ്യം ദേഷ്യം ഉണ്ടായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കണ വന്നതും ചൂടായി. അങ്ങനെ ചൂടാകരുതിട്ടാ. ഒരു ആൺകുട്ടിയല്ലേ മോനെ, എന്നാലും ഒന്ന് അകത്തിരുന്നിട്ട് വന്നു. പറയാ വന്ന പേരൊന്നും അറിയില്ല. വരുന്നുണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ. വന്ന് കയറി ഇപ്പൊ ഇത്ര ഇതൊക്കെ ആയതൊന്നും അറിയില്ല. ചെന്ന് പറയാ അതും പറഞ്ഞിട്ട് അവളോട് പറയാൻ നിൽക്കണ്ട, സമ്മതിച്ചു. കാര്യങ്ങൾ വലിയവരും അറിയണ വരെ തീരുമാനം ഒതുങ്ങി ഒതുക്കിക്കോ. ഓവറായിട്ട് ഇതായിരുന്ന പിന്നെ അതിന്റെ പിന്നാലെ അങ്ങോട്ടും പിന്നെ നടക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് മതി. അത് നമ്മള് സമ്മതം പറഞ്ഞത് നിങ്ങളോട് പറയും വേണ്ട, മോളോട് പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ